ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു കുനീസ് ക്ലാസ്. നമ്മൾ 7th സ്റ്റാൻഡേർഡ് ജിയോഗ്രഫിയുടെ 7th ചാപ്റ്ററാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പം ഇതുവരെ പഠിപ്പിച്ചൊക്കെ എല്ലാവരും വായിച്ച് നോക്കിയായിരുന്നോ? നമുക്ക് ബാക്കി പോർഷൻസിലേക്ക് പോകാം. അതിന് മുന്നേ ആയിട്ട് എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക. പിന്നെ എക്സസൈസ് ക്വസ്റ്റ്യൻ ആൻസേഴ്സിനും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആൻസേഴ്സിനും എക്സാം ടോപ്പേഴ്സ് എന്ന് പറയുന്ന ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോസൊക്കെ കാണുക. മാത്സിൻ്റെയും സയൻസിൻ്റെയും അതുപോലെ ഹിസ്റ്ററിയുടെയും ജോഗ്രഫിയുടെയും പൊളിറ്റിക്സിൻ്റെയും ഒക്കെ വീഡിയോസ് നിങ്ങൾക്ക് അവിടെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ആ വീഡിയോസും കൂടി എല്ലാവരും കാണുക. Railways. The railways carry heavy goods and people over long distances quickly and cheaply. അപ്പം വളരെ പെട്ടെന്നും അതുപോലെ തന്നെ ചീപ്പായിട്ടുള്ളൊരു മീൻസ് ഓഫ് ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നതാണ് റെയിൽവേസ്. ഗുഡ്സ് ക്യാരി ചെയ്യാനായിട്ട് സ്പെഷ്യൽ ട്രെയിൻസ് ഉണ്ട്, അതുപോലെ തന്നെ ആൾക്കാർക്കും ട്രാവൽ ചെയ്യാനായിട്ട് ധാരാളം ട്രെയിൻസ് ഉണ്ട് അല്ലേ. അപ്പോൾ റെയിൽവേസ് എന്ന് പറയുന്നത് ക്വിക്ക് ആൻഡ് ചീപ്പസ്റ്റ് മീൻസ് ഓഫ് ട്രാൻസ്പോർട്ടാണ്. ദ ഇൻവെൻഷൻ ഓഫ് ദ സ്റ്റീം എഞ്ചിൻ ആൻഡ് ദ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ ഹെൽപ്ഡ് ഇൻ സ്പീഡി ഡെവലപ്മെൻറ്റ് ഓഫ് റെയിൽ ട്രാൻസ്പോർട്ട്. അപ്പം ഈ സ്റ്റീം എഞ്ചിൻ്റെ കണ്ടുപിടുത്തം അതുപോലെ തന്നെ ഇൻഡസ്ട്രിയൽ റെവല്യൂഷനും കാരണമാണ് പെട്ടെന്ന് തന്നെ വളരെ പെട്ടെന്ന് തന്നെ ഈ റെയിൽ ട്രാൻസ്പോർട്ടിൻ്റെ ഡെവലപ്മെൻറ്റ് നടന്നത്. ഡീസൽ ആൻഡ് ഇലക്ട്രിക് എൻജിൻസ് ഹാവ് ലാർജ്ലി റീപ്ലേസ് ദ സ്റ്റീം എൻജിൻസ്. സ്റ്റീം എൻജിൻസിന് പകരം ഇപ്പം ഡീസൽ എൻജിൻ അല്ലെങ്കിൽ ഇലക്ട്രിക് എൻജിൻസാണ് ഇപ്പോൾ കൂടുതലായിട്ട് കാണുന്നത് അല്ലേ. സ്റ്റീം എൻജിൻ്റെയൊക്കെ കാലം കഴിഞ്ഞു. In places, superfast trains have been introduced to make the journey faster. മിക്ക സ്ഥലങ്ങളിലും ഈ സൂപ്പർ ഫാസ്റ്റ് ട്രെയിൻ പോലും ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? ഈ ജേർണിയൊക്കെ കൂടുതൽ എളുപ്പമാക്കാൻ വേണ്ടിയിട്ട്. ദ റെയിൽവേ നെറ്റ്വർക്ക് ഈസ് വെൽ ഡെവലപ്ഡ് ഓവർ ദ പ്ലെയിൻ ഏരിയാസ്. പ്ലെയിൻ ഏരിയാസിൽ വളരെ നന്നായിട്ട് ഈ റെയിൽവേ നെറ്റ്വർക്കൊക്കെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അഡ്വാൻസ്ഡ് ടെക്നോളജിക്കൽ സ്കിൽസ് ഹാവ് എനേബിൾഡ് ലേയിങ് ഓഫ് റെയിൽവേ ലൈൻസ് ഇൻ ഡിഫിക്കൽട്ട് മൗണ്ടെയിൻ ടെറൈൻസ് ഓൾസോ. ഈ അഡ്വാൻസ്ഡ് ടെക്നോളജി വന്നതുകൂടിയാണ് ഈ മൗണ്ടെയിൻസിലേക്കൊക്കെ റെയിൽവേ ലൈൻസ് പണിയാനൊക്കെ ആയിട്ട് അവർക്ക് സാധിച്ചത്. ആദ്യകാലത്ത് പ്ലെയിൻസിൽ മാത്രമേ റെയിൽവേ നെറ്റ്വർക്ക്സ് ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് മൗണ്ടെയിൻസിലേക്കും ഒക്കെ ഇത് വ്യാപിപ്പിക്കാനായിട്ട് അത്ര അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജിക്കൽ സ്കിൽസ് ഡെവലപ്പ് ആയതിനു ശേഷം മാത്രമാണ്. But these are much fewer in number. Indian railway network is well developed. It is the largest in Asia. ഏഷ്യയിലെ തന്നെ ലാർജസ്റ്റ് ആയിട്ടുള്ള റെയിൽവേ നെറ്റ്വർക്ക് എന്ന് പറയുന്നത് ഇന്ത്യൻ റെയിൽവേ നെറ്റ്വർക്കാണ്. അത്ര ഡെവലപ്ഡ് ആയിട്ടുള്ളൊരു കാര്യമാണ് നമ്മുടെ ഇന്ത്യൻ റെയിൽവേ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മൗണ്ടെയിൻസിലൊന്നും അധികമൊന്നും ഈ റെയിൽവേ ലൈൻസ് ഒന്നും കാണാനില്ല. എങ്കിൽ പോലും അവിടെയൊക്കെ ഉണ്ട്, അധികം ഒന്നും കാണാറില്ല. സാധാരണയായിട്ട് ഇത് പ്ലെയിൻസിൽ തന്നെയാണ് കാണുന്നത്. Do you know? The train from Sinning to Lhasa runs at an altitude of 4,000 meter above sea level and the highest point is 5,072 meter. അപ്പം ഈ ട്രെയിൻ സിനിങ്ങിൽ നിന്ന് ലാസയിലേക്ക് പോകുന്ന ഈ ഒരു ട്രെയിന് അത്ര ഉയരത്തിലാണത് ട്രാവൽ ചെയ്യുന്നത്. അല്ലെങ്കിൽ കാരണം അതിൻ്റെ ഓൾട്ടിറ്റ്യൂഡ് എന്ന് പറയുന്നത് 4,000 മീറ്ററാണ്. സീ ലെവലിൽ നിന്ന് 4,000 മീറ്റർ മുകളിലാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഹയസ്റ്റ് പോയിൻ്റ് എന്ന് പറയുന്നത് 5,072 മീറ്ററാണ്. അത്ര പൊക്കത്തിൽ കൂടിയാണ് ഈ ട്രെയിൻ പോകുന്നത്. ഡു യു നോ The Trans-Siberian Railway is the longest railway system connecting St. Petersburg in western Russia to Vladivostok on the Pacific coast. ട്രാൻസ്-സൈബീരിയൻ റെയിൽവേ ആണ് ലോങ്ങസ്റ്റ് റെയിൽവേ സിസ്റ്റം. അത് എവിടെ നിന്ന് എവിടെ വരെയുള്ളതാണ്? സെൻറ്റ് പീറ്റേഴ്സ്ബർഗിൽ നിന്ന് വ്ളാഡിവോസ്റ്റോക്ക് വരെയുള്ളതാണ്. അപ്പം ഏറ്റവും ലോങ്ങസ്റ്റ് റെയിൽവേ സിസ്റ്റം ചോദിച്ചാൽ ട്രാൻസ്-സൈബീരിയൻ റെയിൽവേ പറയണം. Waterways. You have already learned that since early days waterways were used for transportation. ആദ്യകാലം മുതലേ ഈ വാട്ടർവേസിലൂടെ ട്രാൻസ്പോർട്ടേഷൻ ഉണ്ടായിരുന്നല്ലേ. നമുക്കറിയാം പല ട്രേഡേഴ്സും ഈ വാട്ടർവേസിലൂടെയാണ് നമ്മുടെ നാട്ടിലേക്ക് വന്നത് പോലും അല്ലേ. വാട്ടർവേസ് ആർ ദ ചീപ്പസ്റ്റ് ഫോർ ക്യാരിങ് ഹെവി ആൻഡ് ബൾക്കി ഗുഡ്സ് ഓവർ ലോങ് ഡിസ്റ്റൻസസ്. അപ്പം ഹെവി അല്ലെങ്കിൽ ബൾക്കി ആയിട്ടുള്ള ഗുഡ്സ് ഒരുപാട് ഡിസ്റ്റൻസ് കൊണ്ടുപോകാൻ ഉള്ള ഒരു ചീപ്പസ്റ്റ് വേ അല്ലെങ്കിൽ ചീപ്പസ്റ്റ് മീൻസ് ഓഫ് ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത് ഈ വാട്ടർവേസ് ആണ്. ദേ ആർ മെയിൻലി ഓഫ് 2 types, ഇൻലൻഡ് വാട്ടർവേസ് ആൻഡ് സീ റൂട്ട്സ്. അപ്പം 2 ടൈപ്പ് വാട്ടർവേസ് ആണുള്ളത്, ഇൻലൻഡ് വാട്ടർവേസും അതുപോലെ തന്നെ സീ റൂട്ട്സും. നാവിഗബിൾ rivers and lakes are used as inland waterways. Some of the important inland waterways are the Ganga-Brahmaputra river system, the Great Lakes in North America and the River Nile in Africa. ഈ ഇൻലൻഡ് വാട്ടർവേസ് എന്ന് പറയുന്നത് നാവിഗബിൾ ആയിട്ടുള്ള റിവേഴ്സും ലേക്സും ഒക്കെ തന്നെയാണ്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻലൻഡ് വാട്ടർവേസ് ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഗംഗ ബ്രഹ്മപുത്ര റിവർ സിസ്റ്റവും ഗ്രേറ്റ് ലേക്സ് ഇൻ നോർത്ത് അമേരിക്ക, അതുപോലെ തന്നെ ആഫ്രിക്കയിലെ റിവർ നൈലും ഒക്കെ. ഇതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻലൻഡ് വാട്ടർവേസ്.
Sea routes and oceanic routes are mostly used for transporting merchandise and goods from one country to another. ഒരു കൺട്രിയിൽ നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് ഈ സാധനങ്ങളൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നോർമലി ഈ സീ റൂട്ട്സ് അല്ലെങ്കിൽ ഓഷ്യാനിക് റൂട്ട്സ് ഒക്കെ യൂസ് ചെയ്യുന്നത്. ദീസ് റൂട്ട്സ് ആർ കണക്റ്റഡ് വിത്ത് ദി പോർട്സ്. ഈ റൂട്ട്സൊക്കെ പോർട്സുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ പോർട്സ് ഒക്കെ കേട്ടിട്ടുണ്ടല്ലേ. Some of the important ports of the world are Singapore and Mumbai in Asia, New York, Los Angeles in North America, Rio de Janeiro in South America, Durban and Cape Town in Africa, Sydney in Australia, London and Rotterdam in Europe. അപ്പോൾ ഇതൊക്കെയാണ് ഫേമസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർട്ട് എന്ന് പറയുന്നത്. നമ്മുടെ മുംബൈ അതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോർട്ടാണ്. ഓക്കെ, അപ്പോൾ ഈ പേരൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക. നമ്മൾ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് പഠിക്കാം. അപ്പോൾ അതൊന്നും ഓർത്ത് ആരും ടെൻഷൻ അടിക്കേണ്ട. എക്സാം ടോപ്പേഴ്സിൽ നമ്മൾ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഡിസ്കസ് ചെയ്യുമല്ലോ, അപ്പോൾ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അവിടെ വെച്ച് ഡിസ്കസ് ചെയ്യാം. എയർവേസ്. ദിസ് ഈസ് ദ ഫാസ്റ്റസ്റ്റ് വേ ഓഫ് ട്രാൻസ്പോർട്ട് ഡെവലപ്ഡ് ഇൻ ദി ഏർലി 20th century. അപ്പോൾ 20th centuryയിൽ ഡെവലപ്പ് ആയതാണ് ഈ എയർവേസ്. അത് ഫാസ്റ്റസ്റ്റ് മീൻസ് ഓഫ് ട്രാൻസ്പോർട്ടാണ്. ഓക്കെ, അപ്പം നമ്മൾ ഓരോരോ ട്രാൻസ്പോർട്ടിനെ കുറിച്ച് പഠിച്ചപ്പം റോഡ് വേസ് എന്ന് പറയുന്നത് കോമൺലി യൂസ് ചെയ്യുന്ന ഒരു ട്രാൻസ്പോർട്ട് മീൻസ് ഓഫ് ട്രാൻസ്പോർട്ടാണ് ഈ റോഡ് വേസ് എന്ന് പറയുന്നത് അല്ലേ. റെയിൽവേസ് എന്ന് പറയുന്നതോ അത് ക്വിക്ക് ആൻഡ് ചീപ്പസ്റ്റ് മീൻസ് ഓഫ് ട്രാൻസ്പോർട്ടാണ് അല്ലേ. പിന്നെ വാട്ടർ വേസിന് കൂടുതലായിട്ട് ചീപ്പസ്റ്റ് മീൻസ് ഓഫ് ക്യാരിയിങ് ഹെവി ആൻഡ് ബൾക്കി ഗുഡ്സ് ആണ് അല്ലേ. ലോങ് ഡിസ്റ്റൻസിലേക്ക് ഈ ഹെവി ബൾക്കി ഗുഡ്സൊക്കെ കൊണ്ടുപോകേണ്ട ചീപ്പസ്റ്റ് മീൻസ് ഓഫ് ട്രാൻസ്പോർട്ടാണ് ഈ വാട്ടർ വേസ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ എയർവേസിലേക്ക് വരുമ്പോൾ ഇവിടെ എന്താണ്, ഇത് ഫാസ്റ്റസ്റ്റ് വേ ഓഫ് ട്രാൻസ്പോർട്ടാണ്. ഓക്കെ, ഇത് 20th centuryയിൽ ഡെവലപ്പ് ആയതാണ് ഈ എയർവേസ് എന്ന് പറയുന്നത്. ഇതാണ് ഫാസ്റ്റസ്റ്റ് വേ ഓഫ് ട്രാൻസ്പോർട്ട്. ഇറ്റ് ഈസ് ഓൾസോ ദ മോസ്റ്റ് എക്സ്പെൻസീവ് ഡ്യൂ ടു ഹൈ കോസ്റ്റ് ഓഫ് ഫ്യൂവൽസ്. വളരെ എക്സ്പെൻസീവ് ആണല്ലേ. നമുക്കറിയാം ഫ്ലൈറ്റ് ചാർജസ് ഒക്കെ വളരെയധികം എക്സ്പെൻസീവ് ആണ്, കാരണം ഇതിൻ്റെ ഫ്യൂവൽസിൻ്റെ ഹൈ കോസ്റ്റ് കാരണമാണ്. എയർ ട്രാഫിക് ഈസ് അഡ്വേഴ്സ്ലി അഫക്റ്റഡ് ബൈ ബാഡ് വെതർ ലൈക്ക് ഫോഗ് ആൻഡ് സ്റ്റോംസ്. ഈ ബാഡ് വെതർ, ഫോഗ്, സ്റ്റോംസ് ഒക്കെ പോലത്തെ ബാഡ് വെതർ കാരണം ഈ എയർ ട്രാഫിക് വളരെയധികം അഡ്വേഴ്സ് ആയിട്ട് അഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഇറ്റ് ഈസ് ദ ഒൺലി മോഡ് ഓഫ് ട്രാൻസ്പോർട്ട് ടു റീച്ച് ദ മോസ്റ്റ് റിമോട്ട് ആൻഡ് ഡിസ്റ്റൻറ്റ് ഏരിയാസ്, എസ്പെഷ്യലി വേർ ദർ ആർ നോ റോഡ്സ് ആൻഡ് റെയിൽവേസ്. ഈ റോഡ്സും റെയിൽവേസും ഒന്നും ഇല്ലാത്ത വളരെ ഡിസ്റ്റൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ ഒറ്റപ്പെട്ട് കിടക്കുന്ന സ്ഥലങ്ങളിലേക്കൊക്കെ എത്താനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന മോഡ് ഓഫ് ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത് ഈ എയർവേസ് ആണ്. Helicopters are extremely useful in most inaccessible areas and in times of calamities for rescuing people and distributing food, water, clothes and medicines. ഈ ഹെലികോപ്റ്റേഴ്സ് ആണ് ഇതിന് വേണ്ടിയിട്ട് കൂടുതലായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതായത് റിമോട്ടായിട്ടുള്ള ഏരിയാസിലേക്ക് ചെല്ലാൻ, അതുപോലെ തന്നെ എന്തെങ്കിലും കലാമിറ്റീസ്, നമുക്കറിയാം നമ്മുടെ നാട്ടിൽ വെള്ളപ്പൊക്കമൊക്കെ വന്ന സമയത്തും ഈ ഹെലികോപ്റ്റേഴ്സിൽ ചെന്നിട്ടായിരുന്നു ആൾക്കാരെയൊക്കെ രക്ഷപ്പെടുത്തിയത് അല്ലേ. അപ്പം ഈ റെസ്ക്യൂ മിഷനൊക്കെ ആയിട്ട് സാധാരണ യൂസ് ചെയ്യുന്നത് ഈ ഹെലികോപ്റ്റേഴ്സ് തന്നെയാണ്. അതുപോലെ തന്നെ ഫുഡും വാട്ടറും ക്ലോത്ത്സും മെഡിസിൻസും ഒക്കെ ഈ ആൾക്കാർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനൊക്കെ ആയിട്ടും ഇതേ ഹെലികോപ്റ്റർ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഹെലികോപ്റ്റർ വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. സം ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് എയർപോർട്ട്സ് ആർ ഡൽഹി, മുംബൈ, ന്യൂയോർക്ക്, ലണ്ടൻ, പാരീസ്, ഫ്രാങ്ക്ഫർട്ട് ആൻഡ് കൈറോ. അപ്പം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എയർപോർട്ട്സിൻ്റെ കുറച്ച് പേരുകൾ ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ എയർവേസ് എന്ന് പറയുന്നത് 20th centuryയിൽ ഡെവലപ്പായ ഫാസ്റ്റസ്റ്റ് വേ ഓഫ് ട്രാൻസ്പോർട്ടാണ്. ഇത് വളരെയധികം എക്സ്പെൻസീവ് ആണ്, കാരണം ഹൈ കോസ്റ്റ് ഓഫ് ഫ്യൂവൽസ് കാരണം. അതുപോലെ തന്നെ ഈ എയർ ട്രാഫിക് വളരെ മോശമായിട്ട് അഫക്റ്റഡ് ആവുന്നുണ്ട് ഈ ഫോഗ്, സ്റ്റോംസ് അങ്ങനത്തെ ബാഡ് വെതർ കാരണം. പിന്നെ വളരെ റിമോട്ടായിട്ടുള്ള ഏരിയാസിലേക്ക്, അതുപോലെ തന്നെ ഡിസ്റ്റൻ്റ് ആയിട്ടുള്ള ഏരിയാസിലേക്കൊക്കെ ട്രാൻസ്പോർട്ട് ചെയ്യാനായിട്ട് ഈ എയർവേസ് ആണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ റോഡും റെയിൽവേസും ഒന്നും ഇല്ലാത്ത, അല്ലെങ്കിൽ ആൾക്കാരെയൊക്കെ എന്തെങ്കിലും കലാമിറ്റീസിൽപ്പെട്ട് രക്ഷപ്പെടുത്താനൊക്കെ ആയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഈ എയർവേസ്. അത് എസ്പെഷ്യലി നമ്മൾ യൂസ് ചെയ്യുന്നത് ഹെലികോപ്റ്റേഴ്സാണ് അല്ലേ. അതുപോലെ തന്നെ ഇമ്പോർട്ടൻറ്റ് കുറച്ച് എയർപോർട്ട്സിൻ്റെ പേരും ഇവിടെ തന്നിട്ടുണ്ട്. കമ്മ്യൂണിക്കേഷൻ ഈസ് ദ പ്രോസസ് ഓഫ് കൺവേയിങ് മെസ്സേജസ് ടു അതേഴ്സ്. കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? മെസ്സേജസ് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് കൺവേ ചെയ്യുന്ന ആ ഒരു പ്രോസസ്സ്, അതിനെയാണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്.
With the development of technology, humans have devised new and fast modes of communication. ഈ ടെക്നോളജീസിൽ ഒരുപാട് ഡെവലപ്മെൻറ്റ് വന്നതിൻ്റെ ഫലമായിട്ട് പുതിയ പുതിയ ഓരോരോ ഫാസ്റ്റസ്റ്റ് മോഡ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻസ് ആൾക്കാർ ഇൻവെൻറ്റ് ചെയ്തല്ലേ. ദ ഫിഗർ 7.10 എക്സ്പ്ലെയിൻസ് ദ എവല്യൂഷൻ ഓഫ് ദ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം. ഇവിടെ ഒരു ഫിഗർ തന്നിട്ടുണ്ട്, ഫിഗർ 7.10. ഇവിടെ ആദ്യകാലത്ത് ആൾക്കാർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചിരുന്നു. പിന്നീട് അവരെന്തെങ്കിലും ഡ്രാമ ഒക്കെ പ്ലേ ചെയ്ത് അല്ലെങ്കിൽ വിളംബരമൊക്കെ നടത്തി ആൾക്കാരെ ഓരോരോ കാര്യങ്ങൾ അറിയിച്ചു. പിന്നീട് പോസ്റ്റ് ഓഫീസ്, അതായത് കത്തുകളിലൂടെ ആൾക്കാർ ആശയവിനിമയം നടത്തി. അതിനുശേഷം ന്യൂസ് പേപ്പേഴ്സും ഒക്കെ ഓരോരോ കാര്യങ്ങളൊക്കെ ഡെവലപ്ഡായി. പിന്നീട് സാറ്റലൈറ്റ്സ്, കമ്പ്യൂട്ടർ, ലാപ്ടോപ്പ്, മൊബൈൽ ഫോൺസ്, ടെലിവിഷൻ, ഡ്രാമ തിയേറ്റേഴ്സ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഡെവലപ്പായി അല്ലേ. അപ്പോൾ എങ്ങനെ തുടങ്ങിയ കമ്മ്യൂണിക്കേഷനാണ് ഇപ്പോൾ അത് എവിടെ എത്തി നിൽക്കുന്നു നിങ്ങളൊക്കെ ഒന്ന് നോക്കിക്കേ. എന്തുമാത്രം ഡെവലപ്മെൻറ്റ്സ് വന്നിട്ടുണ്ട് ഈ കമ്മ്യൂണിക്കേഷനിൽ അല്ലേ. The advancement in the field of communication has brought about an information revolution in the world. അപ്പോൾ ഈ കമ്മ്യൂണിക്കേഷൻ ഫീൽഡിലുള്ള അഡ്വാൻസ്മെൻറ്റ് കൊണ്ട് നമുക്കൊരു കാര്യം മനസ്സിലായി, ഈ ഒരു റെവല്യൂഷനിൽ എന്തൊക്കെ മാറ്റങ്ങൾ ഈ ലോകത്ത് തന്നെ വരുത്തി എന്നുള്ളത് അല്ലേ. ഡിഫറെൻറ്റ് മോഡ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആർ യൂസ്ഡ് ടു പ്രൊവൈഡ് ഇൻഫർമേഷൻ, ടു എഡ്യൂക്കേറ്റ് ആസ് വെൽ ആസ് ടു എൻ്റർടൈൻ. പല മോഡ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. ഇതൊക്കെ യൂസ് ചെയ്തിട്ടാണ് നമുക്ക് ഓരോരോ ഇൻഫർമേഷൻസ് ലഭിക്കുന്നത്. അതുപോലെ തന്നെ ഇത് യൂസ് ചെയ്തിട്ട് ഇപ്പോൾ എഡ്യൂക്കേഷൻ നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് എൻ്റർടൈൻ ചെയ്യാനും ഒക്കെ ആയിട്ട് നമ്മൾ ഇത് തന്നെയാണ് യൂസ് ചെയ്യുന്നത് അല്ലേ. ത്രൂ ന്യൂസ് പേപ്പേഴ്സ്, റേഡിയോ ആൻഡ് ടെലിവിഷൻ വി ക്യാൻ കമ്മ്യൂണിക്കേറ്റ് വിത്ത് എ ലാർജ് നമ്പർ ഓഫ് പീപ്പിൾ. ഈ ന്യൂസ് പേപ്പറിൻ്റെയും റേഡിയോയുടെയും ടെലിവിഷൻ്റെയും ഒക്കെ സഹായത്തോടു കൂടി നമുക്ക് ഒരുപാട് ആൾക്കാരിലേക്ക് അറ്റ് എ ടൈം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും അല്ലേ. ദേ ആർ therefore called മാസ് മീഡിയ. നമ്മൾ ഇതേ കാര്യമാണ് പൊളിറ്റിക്സിൽ പഠിച്ചതല്ലേ. പൊളിറ്റിക്സ് എല്ലാവരും പഠിച്ചു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതേ കാര്യം തന്നെ നമ്മൾ പൊളിറ്റിക്സിലും ഡിസ്കസ് ചെയ്തതാണ്. അതായത് ഇങ്ങനെ ഒരേ കാര്യം തന്നെ ഒരുപാട് ആൾക്കാരിലേക്ക് അറ്റ് എ ടൈം എത്തുന്നത്, അങ്ങനത്തെ മീഡിയാസിനെയാണ് നമ്മൾ മാസ് മീഡിയ എന്ന് പറയുന്നത്. അതിൻ്റെ എക്സാമ്പിളാണ് ന്യൂസ് പേപ്പറും റേഡിയോയും ടെലിവിഷനും ഒക്കെ. ദ സാറ്റലൈറ്റ്സ് ഹാവ് മെയ്ഡ് കമ്മ്യൂണിക്കേഷൻസ് ഈവൻ ഫാസ്റ്റർ. ഈ സാറ്റലൈറ്റ്സിൻ്റെ ഇൻവെൻഷനോട് കൂടി അല്ലെങ്കിൽ അതിൻ്റെ ഡെവലപ്മെൻറ്റോട് കൂടി കമ്മ്യൂണിക്കേഷൻ വീണ്ടും ഫാസ്റ്ററായി. Satellites have helped in oil exploration, survey of forest, underground water, mineral wealth, weather forecast and disaster warning. അപ്പോൾ സാറ്റലൈറ്റ്സിൻ്റെ യൂസസ് അല്ലെങ്കിൽ അതിൻ്റെ ഹെൽപ്പ് കൊണ്ട് നമുക്ക് സാധിച്ച കാര്യങ്ങളൊക്കെയാണ് ഈ പറഞ്ഞിരിക്കുന്നത്. Now we can send electronic mails or emails through internet. നമുക്ക് ഇൻ്റർനെറ്റിലൂടെ മെയിൽസ് സെൻഡ് ചെയ്യാനായിട്ട് സാധിക്കും അല്ലേ. ഇമെയിൽസൊക്കെ സെൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. വയർലെസ് ടെലിഫോണിക് കമ്മ്യൂണിക്കേഷൻ ത്രൂ സെല്ലുലാർ ഫോൺസ് ഹാവ് ബിക്കം വെരി പോപ്പുലർ ടുഡേ. അതുപോലെ തന്നെ വയർലെസ് ടെലിഫോണിക് കമ്മ്യൂണിക്കേഷൻ, നമ്മുടെ ഈ മൊബൈൽ ഫോൺസൊക്കെ തന്നെ സെല്ലുലാർ ഫോൺസ്, അതും വളരെയധികം പോപ്പുലറായി അല്ലേ. ആദ്യകാലത്ത് ടെലിഫോണായിരുന്നു, അതിൽ നിന്ന് ജസ്റ്റ് സെല്ലുലാർ ഫോണിലേക്ക് മാറി, പിന്നെ ഇപ്പോൾ കാണുന്ന സ്മാർട്ട് ഫോണിലേക്ക് വരെ എത്തിയല്ലേ. ഇൻ്റർനെറ്റ് നോട്ട് ഓൺലി പ്രൊവൈഡ്സ് us with വേൾഡ് വൈഡ് ഇൻഫർമേഷൻ ആൻഡ് ഇൻട്രാക്ഷൻ ബട്ട് ഹാസ് ഓൾസോ മെയ്ഡ് അവർ ലൈഫ്സ് മോർ കംഫർട്ടബിൾ. അപ്പോൾ ഇൻ്റർനെറ്റ് ഇൻഫർമേഷൻ തരുന്നത് മാത്രമല്ല, നമുക്ക് കൂടുതലായിട്ട് ആൾക്കാരായിട്ട് ഇൻട്രാക്ട് ചെയ്യാനും സാധിച്ചു. അതുപോലെ തന്നെ നമ്മുടെ ജീവിതമൊക്കെ വളരെയധികം കംഫർട്ടബിളാക്കി മാറ്റാനും ഇതിനെ കൊണ്ട് സാധിച്ചു. Now we can reserve tickets for railways, airways and even cinemas and hotels sitting at home. നമുക്ക് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അല്ലേ, റെയിൽവേസിലേക്ക് ടിക്കറ്റ് റിസർവ് ചെയ്യാനായിട്ട് സാധിക്കും, എയർവേസിൽ ടിക്കറ്റ് എടുക്കാനായിട്ട് സാധിക്കും, എന്തിന് സിനിമയുടെ ടിക്കറ്റ് വരെ നമുക്ക് ഇവിടെ ഇരുന്ന് വീട്ടിൽ ഇരുന്ന് ചെയ്യാനായിട്ട് സാധിക്കും അല്ലേ. അതുപോലെ തന്നെ നമുക്ക് ഓരോരോ ഫുഡ് ഓർഡർ ചെയ്യാനും, അതുപോലെ ഓൺലൈൻ ഷോപ്പിംഗ് വരെ നമുക്ക് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ചെയ്യാം അല്ലേ. ഷോപ്പിംഗ് ഒക്കെ, ഡ്രസ്സുകളൊക്കെ പർച്ചേസ് ചെയ്യാനും, അങ്ങനെ എന്ത് കാര്യങ്ങൾ വേണമെങ്കിലും പർച്ചേസ് ചെയ്യുന്നവരെ വീട്ടിലിരുന്നുകൊണ്ടാണ് ഇപ്പം ആൾക്കാർ. ഇതൊക്കെ കമ്മ്യൂണിക്കേഷനിൽ വന്ന ഓരോരോ ഡെവലപ്മെൻറ്റ് കൊണ്ടാണ് അല്ലേ ഇങ്ങനെയൊക്കെ നമുക്ക് സാധിക്കുന്നത്. അപ്പം നമുക്ക് ജസ്റ്റ് വീട്ടിൽ ഇരുന്നുകൊണ്ട് തന്നെ ഇപ്പം പല കാര്യങ്ങളും ആക്സസിബിൾ ആണ്. With this kind of interconnectivity of people, services and institutions across the world, we are a large global society. അപ്പോൾ ഇങ്ങനെ മറ്റുള്ള ആൾക്കാരുമായിട്ട് വളരെ ഈസി ആയിട്ട് തന്നെ കണക്റ്റ് ആവാനായിട്ട് സാധിക്കും അല്ലേ. അതിപ്പം ആൾക്കാരായിക്കോട്ടെ, എന്തെങ്കിലും സർവീസസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് തങ്ങളിലായിക്കോട്ടെ, അതും വേൾഡ് വൈഡ് പെട്ടെന്ന് തന്നെ ഇങ്ങനെ കണക്റ്റ് ആവാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മളെല്ലാം ഈ ലാർജ് ഗ്ലോബൽ സൊസൈറ്റിയുടെ ഒരു
പാർട്ടായി മാറി അല്ലേ. നമുക്കെല്ലാം ഇപ്പം വളരെ ഈസി ആയിട്ട് അക്സസിബിൾ ആണ്. എന്ത് കാര്യവും വീട്ടിൽ തന്നെ ഇരുന്നുകൊണ്ട് ഇപ്പോൾ ചെയ്യാം. അത്ര തരത്തിലുള്ള ഡെവലപ്മെൻറ്റ്സ് അല്ലെങ്കിൽ ടെക്നോളജിക്കൽ ചേഞ്ചസ് ഒക്കെ ഈ കമ്മ്യൂണിക്കേഷനിൽ തന്നെ വന്നു. നമ്മുടെ ചാപ്റ്റർ ഇവിടെ തീരുകയാണ്. എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക. എക്സസൈസ് ക്വസ്റ്റ്യൻ ആൻസേഴ്സിനും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആൻസേഴ്സിനും ജോഗ്രഫിയുടെയും പൊളിറ്റിക്സിൻ്റെയും ഹിസ്റ്ററിയുടെയും സയൻസിൻ്റെയും മാത്സിൻ്റെയും ഒക്കെ ക്വസ്റ്റ്യൻ ആൻസേഴ്സിനായിട്ട് നിങ്ങൾ എക്സാം ടോപ്പേഴ്സ് എന്ന് പറയുന്ന ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോസൊക്കെ കാണുക.